ഹലോ ഫ്രണ്ട്സ്, നിങ്ങളൊരു എക്സാമിന് പോയിരിക്കുമ്പോൾ അതിൽ ഉറപ്പായും ഉണ്ടായിരിക്കും എന്ന് കരുതുന്ന കുറേ ടോപ്പിക്സ് ഉണ്ടാവില്ലേ? അതിനെയാണ് നമ്മൾ ഹോട്ട് ടോപ്പിക്സ് എന്ന് സാധാരണ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഹോട്ട് ടോപ്പിക്കിൽ നിന്ന് നമ്മളൊരു കണ്ടന്റ് തിരഞ്ഞെടുത്ത് ഇന്ന് വന്നിട്ടുണ്ട്. ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയിൽ നിന്ന് എത്രത്തോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നോക്കിയടാ, ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. കേരളത്തിലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവിന്റെ വാക്കുകളാണിവ. അദ്ദേഹം ആരാണെന്ന് തിരിച്ചറിയുക. ആരാണ്? മഹാത്മാ അയ്യങ്കാളിയാണ് ആൻസർ. ഓക്കെ, എടാ ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ അതേപടി കൊടുത്തിരിക്കുന്ന കോട്ടുകളാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിന് അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കേടാ, ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. അതായത് അധസ്ഥിത വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചപ്പോൾ അയ്യങ്കാളി നടത്തിയ ഒരു പ്രഖ്യാപനമാണ് ഇത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഒന്ന് മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ, പക്ഷെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അയ്യങ്കാളി എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു എക്സാമിന് പോയിരിക്കുമ്പോൾ എന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെക്ഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്ത കേരള സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുടെ പ്രവർത്തനത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? നോക്കിയേ, സവർണരെ വെല്ലുവിളിച്ചുകൊണ്ട് വില്ലുവണ്ടി യാത്ര നടത്തി. വില്ലുവണ്ടി യാത്ര നടത്തിയത് അയ്യങ്കാളിയാണ്. അടുത്ത നോക്കിയടാ, കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി. കല്ലുമാല സമരം നടത്തിയതും അയ്യങ്കാളിയാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, 1917 പന്തിഭോജന സമരം നടത്തി. പന്തിഭോജന സമരം നടത്തിയത് അയ്യങ്കാളിയാണോ? അല്ല, അത് നടത്തിയത് ആരാണ്? തൈക്കാട് അയ്യയാണ്. ആരാണ്? തൈക്കാട് അയ്യ. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, അധസ്ഥിത വിഭാഗത്തിനായി വെങ്ങാനൂരിൽ പ്രൈമറി സ്കൂൾ സ്ഥാപിച്ചു. അതും ആരാണ്? അയ്യങ്കാളി തന്നെയാണ്. അപ്പൊ ഇത്രയും സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 1, 3, 4 ശരിയാണ്. നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് ഉൾപ്പെടാത്തത് ഏതെന്നാണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് 3 ആണ്. 3 മാത്രമായിട്ട് ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. സാമൂഹിക പരിഷ്കർത്താവായ അയ്യങ്കാളിയെ കുറിച്ച് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. നോക്കിയടാ, സാധുജന പരിപാലന സംഘം രൂപീകരിച്ചു. അയ്യങ്കാളിയുടെ ഒരു സ്ഥാപനമാണിത്, സാധുജന പരിപാലന സംഘം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 1863 കല്ലുമാല സമരം നടത്തി. അത് ശരിയാണോ? കല്ലുമാല സമരം നടത്തി. വർഷം തെറ്റാണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയല്ല. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, അയ്യങ്കാളിയുടെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. അത് ശരിയായ പ്രസ്താവനയാണ്, ശരിയാണ്. ശ്രീമൂലം പ്രചാര സഭയിൽ അംഗമായ ആദ്യ ദളിതൻ, അതും ശരിയായ ഉത്തരമാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്ന ഏതായിരിക്കും? 1, 3, 4. 1, 3, 4 വരുന്നത് ഏതാണ്? സി ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കൂ. എടാ, തിരുവിതാംകൂറിൽ വില്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? നേരത്തെ നമ്മൾ പറഞ്ഞു ആരാണ്? അയ്യങ്കാളിയാണ്. വില്ലുവണ്ടി യാത്ര. നോക്കിയടാ, വില്ലുവണ്ടി യാത്ര, ചരിത്ര യാത്ര, ഇത് SCRTയിലെ ഒരു പോർഷനിൽ നിന്ന് എടുത്ത ടോപ്പിക്കാണ്. നോക്കിയടാ, 1893 വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം 1893. മറന്നു പോകരുത്. 1893 വെങ്ങാനൂരിൽ പൊതുവഴിയിലൂടെ ഒരു വില്ലുവണ്ടിയിൽ യാത്ര ചെയ്ത് അയ്യങ്കാളി സാമൂഹിക വിലക്ക് ലംഘിച്ചു. അധസ്ഥിതരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തുടക്കം കുറിച്ച അയ്യങ്കാളി തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ എന്ത് ചെയ്തു? വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിക്കുകയാണ് ഉണ്ടായത്. ഓക്കെ, വില്ലുവണ്ടി യാത്ര വർഷം 1893. മറന്നു പോകരുത്. അടുത്ത പോയിന്റ്. എടാ, അയ്യങ്കാളി ജനിച്ചത് എന്നാണ്? 1863 ഓഗസ്റ്റ് 28 അയ്യങ്കാളി ജനിച്ചത്. എവിടെയാണ്? തിരുവനന്തപുരത്തെ വെങ്ങാനൂരിലാണ്. എവിടെയാണ്? വെങ്ങാനൂരിലാണ് ജനിച്ചത്. 1863 ഓഗസ്റ്റ് 28 തിരുവനന്തപുരം വെങ്ങാനൂരാണ്. മരിച്ചത് എന്നാണ്? 1941 ജൂൺ 18. ജൂൺ 18 ജനിച്ചത്. 1863 ഓഗസ്റ്റ് 28. മരിച്ചത് 1941 ജൂൺ 18. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സാധുജന പരിപാലന സംഘം രൂപീകരിച്ച വർഷം ഏതാണ്? സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് അയ്യങ്കാളിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. വർഷം ഏതാണ്? 1907. വർഷം 1907. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ചുവടെ പറയുന്നതിൽ സാമൂഹിക പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ബന്ധമില്ലാത്തത് ഏതാണ്? നോക്കിയേ, കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അയ്യങ്കാളി തന്നെയാണ് കല്ലുമാല സമരം നടത്തിയത്. തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി. അയ്യങ്കാളിയാണോ? അല്ല. പിന്നാക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു. അതും അയ്യങ്കാളിയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ബന്ധമില്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ബന്ധമില്ലാത്തത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്തെ പ്രസ്താവന, സാധുജന പരിപാലന സംഘം രൂപീകരിച്ചു. അത് നമ്മൾ പഠിച്ചു. 1907 കഴിഞ്ഞ ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലാക്കി. ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ ആൻസർ കിട്ടും.
സംസ്കൃത വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. അത് അയ്യങ്കാളിയാണോ? നമ്മൾ പറഞ്ഞില്ല. അത് വില്ലുവണ്ടി യാത്ര നടത്തി, അത് നമ്മൾ പറഞ്ഞു അയ്യങ്കാളിയാണ്. തിരുവനന്തപുരം ജില്ലയിൽ ചെമ്പഴന്തിയിൽ ജനിച്ചത് എവിടെയാണ്? വെങ്ങാനൂരാണ്, ചെമ്പഴന്തിയിലല്ല, വെങ്ങാനൂര്. ഓക്കെ, അപ്പൊ എന്ത് മനസ്സിലായി? 1 ശരിയാണ്, 2 തെറ്റാണ്, 3 ശരിയാണ്, 4 തെറ്റാണ്. അപ്പൊ ഇവിടെ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. 1ഉം 3ഉം ആണ് ശരി. 1ഉം 3ഉം ശരിയായിട്ട് വരുന്ന ഏതാണ്? ബി ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ നോക്കിയേ, കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവ് ആരാണ്? കല്ലുമാല സമരം നയിച്ചത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ആരാണ്? അയ്യങ്കാളിയാണ്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നോക്കിയേ, അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ കല്ലുമാല ആഭരണമായിട്ട് ധരിക്കുമായിരുന്നു. അതായത് അവരുടെ ജാതി ഏതാണോ ആ ജാതിയെ സിംബലൈസ് ചെയ്തുകൊണ്ടുള്ള ആഭരണങ്ങളായിരുന്നു അവർ ധരിച്ചിരുന്നത്. അപ്പോൾ കീഴായ്മയുടെ ചിഹ്നമായ കല്ലുമാല വലിച്ചെറിയാൻ അയ്യങ്കാളി അവരോട് അഭ്യർത്ഥിച്ചു. അങ്ങനെ അവർ വലിച്ചെറിഞ്ഞ കല്ലുമാലകൾ 4-5 അടി ഉയരത്തിൽ കുമിഞ്ഞുകൂടി. ഇതാണെന്ത്? കല്ലുമാല സമരം. കല്ലുമാല സമരം നടന്നതെന്നാണ് 1915-ലാണ്. കല്ലുമാല സമരം 1915-ലാണ്. അടുത്ത് നോക്കിയേ, അയ്യങ്കാളി ജനിച്ചതെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. 1863. ഇവിടെ എന്തൊക്കെയാണ്? ജൂലൈ 28, സെപ്റ്റംബർ 28, ഓഗസ്റ്റ് 28, ജൂൺ 28. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓഗസ്റ്റ് 28 ആണ്. മരിച്ച ഡേറ്റും നമ്മൾ പറഞ്ഞു 1941 ജൂൺ 18 ആണ്. ജൂൺ 18 ആണ്, മറന്നു പോകരുത്. ഓക്കെ, അടുത്ത് നോക്കിയടാ, അയ്യങ്കാളിയുടെ ജീവചരിത്രത്തിലെ ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ താഴെ കൊടുക്കുന്നു. ഇതിൽ ശരിയായവ കണ്ടെത്തുക. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓക്കെ, നോക്കിയാലോ. 1893 വില്ലുവണ്ടി യാത്ര നയിച്ചു. ശരിയാണോ? വില്ലുവണ്ടി യാത്ര 1893-ലാണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓപ്ഷൻ എ ശരിയാണ്. അടുത്ത രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, 1905 നിലത്തെഴുത്ത് പള്ളിക്കൂടം സ്ഥാപിച്ചു. അത് നമ്മൾ പഠിച്ചിട്ടില്ല. 1907 സാധുജന പരിപാലന സംഘം രൂപീകരിച്ചു. അത് നമ്മൾ ക്വസ്റ്റ്യനിലൂടെ മാത്രം മനസ്സിലാക്കിയ വസ്തുതയാണ്. 1910 തിരുവിതാംകൂർ പ്രചാര സഭയിൽ അംഗമായി. 1910 അല്ല തിരുവിതാംകൂർ പ്രചാര സഭയിൽ അയ്യങ്കാളി അംഗമാകുന്നത് 1911-ലാണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? എയും സിയും ആണ്. എയും സിയും ആയിട്ട് വരുന്ന ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, അധസ്ഥിതരുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? അയ്യങ്കാളി. എന്താണ്? അധസ്ഥിതരുടെ പടത്തലവൻ. എങ്കിൽ അധസ്ഥിതരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് എന്താണ്? മിതവാദിയാണ്. മിതവാദി പത്രം മിതവാദിയാണ്. മിതവാദി. അധസ്ഥിതരുടെ ബൈബിൾ മിതവാദി പത്രമാണ്. ഓക്കെ, അപ്പൊ അധസ്ഥിതരുടെ പടത്തലവൻ ആരാണ്? അയ്യങ്കാളിയാണ്. ഇവിടെ നോക്കിയാൽ ഞാനിതാ പുലേ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആരാണ്? അതും അയ്യങ്കാളി തന്നെയാണ്. ഞാനിതാ പുലേ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞതും അയ്യങ്കാളിയാണ്. അയ്യങ്കാളി ശ്രീമൂലം പ്രചാര സഭയിൽ അംഗമായി നമ്മൾ പറഞ്ഞു 1911 ഡിസംബർ 5-ലാണ്. എന്നാണ് 1911 ഡിസംബർ 5-ലാണ്. അടുത്ത് നോക്കിയേ, പ്രചാര സഭയിൽ അംഗമായ ആദ്യ ദളിത് വംശജൻ. അതും ഒരു സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടായിരുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ആദ്യ ദളിത് വംശജനാരാണ്? അയ്യങ്കാളി തന്നെയാണ്. പിന്നോക്ക വിഭാഗത്തിൽ നിന്നും നിയമനിർമ്മാണ സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വ്യക്തിയും കൂടിയാണ് അയ്യങ്കാളി. പിന്നെന്താണ്? തുടർച്ചയായി 28 വർഷം ശ്രീമൂലം പ്രചാര സഭയിൽ അംഗമായിരുന്ന നവോത്ഥാന നായകൻ ആരാണെന്ന് വെച്ചാൽ ആരാണ്? അയ്യങ്കാളി തന്നെയാണ്. എത്ര വർഷം? 28 വർഷം ശ്രീമൂലം പ്രചാര സഭ എന്താണ്? ഒരു നിയമനിർമ്മാണ സഭയാണ്. ആ സഭയിൽ അംഗമായിരുന്ന നവോത്ഥാന നായകൻ ആരാണ്? ശ്രീ അയ്യങ്കാളി. ഇവിടെ പുലയ ലഹള. പുലയ ലഹള നടന്നതെന്നാണ് 1915-ലാണ് പുലയ ലഹള നടക്കുന്നത്. ഇവിടെ പുലയ ലഹള നയിച്ച നേതാവ് ആരാണെന്ന് നമുക്കറിയാം, അയ്യങ്കാളിയാണ്. നടന്ന വർഷം 1915. പുലയ ലഹളയുടെ മറ്റു പേരുകൾ ചോദിച്ചിട്ടുണ്ട്. ഊരൂട്ടമ്പല ലഹള, 90-ാം ആണ്ട് ലഹള. ഇതൊക്കെ എന്താണ്? പുലയ ലഹളയുടെ മറ്റ് പേരുകളാണ്. ഓക്കെ, അയ്യങ്കാളി സ്ഥാപിച്ച ഒരു സംഘടനയാണെന്ത്? സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയാണ് സ്ഥാപകൻ. സ്ഥാപിതമായ വർഷം നമ്മൾ PVQൽ പഠിച്ചതാണ് 1907-ലാണ്. എന്താണ് ഇതിന്റെ ലക്ഷ്യം? അധസ്ഥിതരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും സാമൂഹികമായ ഉന്നമനം ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് സാധുജന പരിപാലന സംഘത്തിന്റെ ലക്ഷ്യം. എന്താണ്? അധസ്ഥിതരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, സാമൂഹികമായ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സ്ഥാപനമാണ് സാധുജന പരിപാലന സംഘം. ഇതിന്റെ പ്രസിദ്ധീകരണത്തിന്റെ പേര് പറഞ്ഞ് പഠിച്ചോളണം. സാധുജന പരിപാലിനി. എന്താണ്? സാധുജന പരിപാലിനി. സാധുജന പരിപാലിനി ആരംഭിച്ച വർഷം 1913. സാധുജന പരിപാലന സംഘം രൂപീകരിക്കാൻ ഇടയായ അല്ലെങ്കിൽ അതിന് ഒരു റോൾ മോഡലായിട്ട് നിന്ന സംഘടന ഏതാണ്? SNDP ആണ്. SNDP ആണ്. SNDP സ്ഥാപിതമായത് 1903-ലാണ്. 1907-ലാണ് സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നത്. SNDP ആരുടെ സംഘടനയാണ് നമുക്കറിയാം. 1903-ൽ സ്ഥാപിതമായി അല്ലേ.
അപ്പൊ സാധുജന പരിപാലന സംഘം രൂപീകൃതമായത് 1907. ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കി. സാധുജന പരിപാലന സംഘത്തിന്റെ പ്രസിദ്ധീകരണം സാധുജന പരിപാലനി രൂപീകൃതമായത് 1913 എന്നും പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി പഠിക്കാനുള്ളത് അയ്യങ്കാളിയുടെ വിശേഷണങ്ങളെ പറ്റിയാണ്. അയ്യങ്കാളിയെ ആരെല്ലാം എന്തെന്നൊക്കെ വിശേഷിപ്പിച്ചു നോക്കാം. എന്താണ്? പുലേ രാജാവ് എന്ന് ഗാന്ധിജിയാണ് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത്. പുലയ രാജാവ്, മാറിപ്പോരുത്. എടാ, ഇന്ത്യയുടെ മഹാനായ പുത്രൻ PYQ ആണ്. കുറച്ച് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. ഇതെല്ലാം PYQ ആണ്. എല്ലാ ക്വസ്റ്റിനും ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. ഒരു ഷോർട്ട് ടോപ്പിക് ആയതുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കാത്തത്. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളി വിശേഷിപ്പിച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. പുലേ രാജാവ് എന്ന് അയ്യങ്കാളി വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണെങ്കിൽ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളി വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. എടാ, ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് ആണ് അയ്യങ്കാളി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? EK നയനാരാണ്. ആരാണ്? EK നയനാർ. ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് ആണ് അയ്യങ്കാളി എന്ന് വിശേഷിപ്പിച്ചത് EK നയനാരാണ്. അപ്പൊ 3 കാര്യങ്ങൾ പറഞ്ഞു. പുലേ രാജാവ്, ഇന്ത്യയുടെ മഹാനായ പുത്രൻ, ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ്. ഇത് ആരൊക്കെയാണ് അയ്യങ്കാളി എങ്ങനെ വിശേഷിപ്പിച്ചതെന്നും പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അയ്യങ്കാളിയെ പറ്റി PYQ അടിസ്ഥാനമാക്കിയിട്ടുള്ള ടോപ്പിക്ക് മാത്രമാണ്, അല്ലെ പോയിന്റ് മാത്രമാണ് പറഞ്ഞത്. നിങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ പോരാ, ഇതിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് വരും. അത് കൃത്യമായിട്ട് പഠിക്കുക. കാര്യം എന്ന് വെച്ചാൽ അയ്യങ്കാളി അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഏതൊരു ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാലും അയ്യങ്കാളിയെ പറ്റി ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ഒരു മാർക്ക് നഷ്ടമാക്കരുത്. ഇതേപോലെ ഹോട്ട് ടോപ്പിക്ക് ഒരുപാടുണ്ട്. ആ ഹോട്ട് ടോപ്പിക്കിൽ നിന്ന് മാത്രം പഠിക്കുക, ആവശ്യമുള്ളത് മാത്രം പഠിക്കുക. നമുക്ക് വേണ്ടത് മാർക്ക് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതേപോലുള്ള കണ്ടന്റുമായിട്ട് വരും. ഓക്കെ, നിങ്ങൾ നന്നായി പഠിക്കുക, വ്യക്തതയോടെ പഠിക്കുക. താങ്ക് യു.